റൂം നമ്മൾ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിൻ്റെ കൗണ്ടറിൽ തന്നെ സേഫായിട്ട് വെക്ക് ചെയ്ത്. കാരണം അവരവിടെ വെക്കാന്നുള്ളൊരു ഓപ്ഷൻ തന്നതുകൊണ്ട് പിന്നെ അതെടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നല്ല ചായടാ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹുമയൂൺസ് ടോംബാണ്. ഇവിടെ ആക്ച്വലി ഹുമയൂൺസ് ടോംബ് മാത്രമല്ല ഉള്ളത്, ഇസാഖാൻ ടോംബ് ഉണ്ട്, പിന്നെ ബാർബർ ടോംബ്, നിലാ ഗുംബൾ, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ കൂടിയുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ഡൽഹിയിൽ വന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് കൂടിയാണിത്. അതായത് ഹുമയൂൺസ് ടോംബിൻ്റെ അവിടെയുള്ള എല്ലാ ഓട്ടോ ടാക്സിയും മെട്രോയിലേക്ക് 20 റുപ്പീസ്, 20 റുപ്യക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാന്ന് പറഞ്ഞത്. മൂപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറം മറ്റേ ഹസ്രത്തിൽ ട്രാഫിക് ജാമാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെട്രോയിൽ ഇറക്കിയിട്ട് ഇവിടുന്ന് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത് പറയും 20 റുപ്യ. ഇപ്പോൾ ഊബർ നമ്മളെ നൈസായിട്ട് പറ്റിച്ചെന്താണെന്ന് വെച്ചാൽ അവർ ഹസ്രത്തിൽ ഡ്രോപ്പ് ചെയ്യേണ്ടത് നമ്മളെ നേരെ ഡ്രോപ്പ് ചെയ്തത് ഇവിടെ ജവഹർലാൽ നെഹ്റു അതിൻ്റെ മെട്രോയിലാണ്. അപ്പോൾ ഇവിടത്തേക്ക് 50 റുപ്യ വാങ്ങി. നമുക്ക് അപ്പുറം ഹസ്രത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാകെ 50 അതിൽ കാണിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 120 മെട്രോക്ക് ചാർജായി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ജമാ മസ്ജിദിലുണ്ട്. ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നൂർജഹാൻ ഫുഡ്സ് അങ്ങനെയുള്ള പ്ലേസിലുള്ളത്. പിന്നെ ഇവിടെ ബാഗൊന്നും പുറത്തിറക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഒരുപാട് പേര് ബാക്കിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ മിക്കവാറും മോശമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഒരു മാർക്കറ്റും കൂടി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിലും കൂടി കയറി എന്നിട്ടല്ല പള്ളിയിലേക്ക് കയറി, മീന ബസാറിൽ കയറി അവിടെ നിന്ന് പള്ളിയിലേക്ക് കയറി ചെയ്യാം. ഞങ്ങൾ ഓർഡർ ചെയ്ത് തന്നിരിച്ചു ഹാഫല്ലേ. സുഫിയാൻ ബിരിയാണി ഓർഡർ ചെയ്തോ. ഇതിനെത്ര പറഞ്ഞു? ചിക്കൻ ബിരിയാണി 60 രൂപ. അപ്പോൾ അടുത്തത് ഓർഡർ ചെയ്തോ. ഇവിടെ ഇത് ചിക്കൻ ടിക്ക അല്ലേ? ചിക്കൻ ടിക്കും ഒരു ചിക്കൻ തന്തൂരിക്കും ക്വാർട്ടർ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ട് ഇന്ന് രാവിലെ. ക്വാർട്ടർ വരാണ്ട്. അപ്പോൾ ഇതാണ് ജമാ മസ്ജിദിൻ്റെ ഗേറ്റ്. ഇത് ഗേറ്റ് 1 ആണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഗേറ്റ് 2 ആണ്. അപ്പോൾ ഓരോ ഗേറ്റിലൂടെ കയറുമ്പോൾ അതിൻ്റെ ഭംഗിയും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അല്ലടാ, ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലടാ, അപ്പം എന്തായാലും ആളുണ്ടാവും. പിന്നെ അല്ല, നേരത്തെ പോയ ഹുമയൂൺ ടോംബിൻ്റെ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല, അവിടെ നമ്മൾ പോകുന്നത് മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് ആൾ കുറവായിരിക്കും. ഇതിപ്പോൾ ആയി, ടൈമായി. സ്ട്രീറ്റാണ് നേരെ മുന്നിൽ, അതായത് ഒരു ഹൈവേ അല്ല, ഇവിടെ പള്ളിയുടെ പുറത്ത് മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളിൽ മസ്ജിദിൻ്റെ ഉള്ളിൽ പ്രോഹിബിറ്റഡ് ആണ് ഏരിയ. നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് ഒതു എടുത്തതിന് ശേഷം നിസ്കരിക്കാം. അതിന് ശേഷം ഇവിടുന്ന് നേരെ ഇവിടുന്ന് ചിലപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകും. അപ്പോഴേക്കും എന്തായാലും ഈവനിങ് ആവും. അപ്പോൾ ഇന്നലത്തെ മഴ കൊണ്ട് തന്നെ നമ്മളെ കുറേ ഡെസ്റ്റിനേഷൻസൊക്കെ ചേഞ്ചായി, കുറേയെല്ലാം സ്കിപ്പ് ചെയ്യേണ്ട വന്നു. പിന്നെ നമുക്ക് താജ്മഹലിൽ പോകണം, ടൈം നമ്മൾ പ്ലാൻ ചെയ്ത ടൈമൊന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്ത്യ ഗേറ്റിലേക്കും പിന്നെ അവിടുന്ന് നേരെ കുത്തബ് മിനാറിലേക്കും പോകാനാണ് പ്ലാൻ ചെയ്തത്. കോഫി അല്ല, ये वाला brown 700 800 അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എന്തൊക്കെയാ വാങ്ങണ്ടേ? സായത്തിന് എത്ര ഷൂസ് ആണ്? എനിക്കും വീട്ടിലേക്ക് വാങ്ങണം, പക്ഷെ അത്
ഷൂസ് വാങ്ങണോ അല്ല ഡ്രസ്സ് വാങ്ങണോ എന്ന് കൺഫ്യൂഷനിലുള്ളത്. കാരണം ഇവിടെ ഈ സാറിന് അത്യാവശ്യം എല്ലാത്തിനും വില കുറവായിരിക്കും കേട്ടോ. ബാർഗൻ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 400 പറഞ്ഞ സാധനം 300 അല്ലെങ്കിൽ 200 ഒക്കെ കിട്ടും ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഇവിടുന്ന് ഒരു ട്രാക്ക് സൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 200 പറയുന്നത്, കുഴപ്പമില്ല അറിയില്ലേ. ഫ്രെയിമിൽ ശരിയുണ്ടോ? ഇല്ല ഞാൻ പ്രോപ്പറായിട്ട് ഓക്കെയാണ്. അൽത്താഫിന് സിസ്റ്ററിന് ഒരു ബാഗ് വാങ്ങി കേട്ടോ. 200 ഉള്ളൂ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. ഇതിന്റെ വാങ്ങുന്നത് ചലോ. എങ്ങനെയുണ്ട്? കുത്തിക്കോ കിട്ടൂലേ? वही 500-700 की हो जाएगी. അപ്പൊ അങ്ങനെ നമ്മള് ഡൽഹി ഗേറ്റ് എന്ന് അറിയത്തടാ. അപ്പൊ നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അവിടുന്ന് മീനാ ബസാറിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരുപാട് സമയമായി. ഇവിടെ നൈറ്റ് ആയി ഏകദേശം. പിന്നെ കുത്തബ്മിനാർ ക്ലോസിംഗ് ടൈം 9 മണി വരെയാണ് ഉബറിന്റെ ഡ്രൈവർ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് നേരെ കുത്തബ്മിനാറും കൂടി പോയിട്ട് അവിടുന്ന് ബാഗ് എടുക്കാൻ വേണ്ടി പോയി. അൽത്താഫ് ഇപ്പൊ എന്താ മറ്റേ സാഹിത്യപരമായിട്ടൊന്നും പറയാൻ വേണ്ടി പോയി. പറയാം. ഇപ്പൊ നമ്മളിവിടെ കുത്തബ്മിനാർ എത്തി കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഏകദേശം നൈറ്റായി. പിന്നെ ഇപ്പൊ ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്ക്. ഇവിടെ നൈറ്റ് കുത്തബ്മിനാർ ക്ലോസിംഗ് ടൈം 10 മണി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ വരാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആഗ്രയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. ഉണ്ടാവാ ചില ഭാഗങ്ങളല്ലോ. പിന്നീട് ഇത് ഞാൻ പറയാൻ പറ്റിയ നമ്മുടെ ആർക്കിയോളജിസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതെ റീസ്റ്റോറേഷൻ തന്നെയാണ്. അത് ഹുമയൂൺ ടോംബ് കൂടുതൽ റീസ്റ്റോർ ചെയ്ത് ഇവിടെ കുത്തബ്മിനാറിൽ ഇന്ത്യ ഗേറ്റിൽ കാണുന്ന അതേപോലെ തന്നെ ഇവിടെയും ചെറിയ ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ ടൈമിങ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഓരോ ടൈമിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളിനി റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരെ ആഗ്രയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി Day 3 വീഡിയോ താജ്മഹലായിരിക്കും. ഓക്കെ ബൈ.